നമസ്കാരം. ആമയിഴഞ്ചാൻ തോട് അപകടത്തിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ മേയർ ആര്യയെ വിറപ്പിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തോട് ശുചീകരണത്തിനായി അനുവദിച്ച കോടികൾ എന്ത് ചെയ്തുവെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയും ജലസേചന മന്ത്രിയും മേയറും ഉത്തരം നൽകണമെന്ന് വി മുരളീധരൻ പറഞ്ഞു. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നഗരസഭാ കാര്യാലയത്തിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 12 കിലോമീറ്റർ തോട് വൃത്തിയാക്കാൻ ബജറ്റിൽ നീക്കിവെച്ച 12 കോടി രൂപ എവിടെ പോയി എന്നതിൽ വിശദീകരണം വേണമെന്ന് മുരളീധരൻ പറഞ്ഞു. ജോയിയുടെ മരണത്തിൽ റെയിൽവേയെ പഴിചാരി തടിയൂരാനുള്ള ശ്രമം ജനം പുച്ഛിച്ചു തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. മാലിന്യം തടയുന്നതിനായി റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് ഇരുമ്പ് വലയും ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ നഗരസഭ എന്ത് ചെയ്തുവെന്ന് വിശദീകരിക്കണം. മേയർക്ക് കമ്പം കാറോട്ടത്തിലാണ് എന്നും മുരളീധരൻ പരിഹസിച്ചു. കാറിന്റെ പിന്നിലിരുന്ന് KSRTC ഡ്രൈവറുടെ ആക്ഷൻ കാണുന്ന മേയർ കൺമുന്നിലെ മാലിന്യ കൂമ്പാരം കാണില്ല. തദ്ദേശ വകുപ്പ് മന്ത്രി അന്താരാഷ്ട്ര വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മാത്രം പോരാ, സാധാരണക്കാരുടെ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തണമെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത കാലത്തും കുടുംബസമേതം വിദേശയാത്ര പോയ വ്യക്തിയാണ് MP രാജേഷ്. വിനോദസഞ്ചാരം നടത്തി മടങ്ങിയാൽ പോരാ, വിദേശ രാജ്യങ്ങളിലെ നഗര പരിപാലനം കൂടി കണ്ണു തുറന്ന് കാണണമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് മാറി നിൽക്കാനാവില്ല എന്നും മുരളീധരൻ ആഞ്ഞടിച്ചു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേയുടെ തലയിൽ വെച്ചൊഴിയാനാണ് സർക്കാരിന്റെ ശ്രമം. എന്നാൽ റെയിൽവേക്ക് സ്വന്തമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം ഉണ്ട് എന്നും ട്രെയിനിലെത്തുന്ന യാത്രക്കാർ ഉപേക്ഷിക്കുന്ന മാലിന്യം കൃത്യമായി നീക്കം ചെയ്യുന്നുണ്ട് എന്നും റെയിൽവേ വിശദീകരിച്ചു. റെയിൽവേ മാലിന്യം കനാലിൽ തള്ളുന്നില്ല. പ്രദേശത്ത് വെള്ളം കയറുന്നത് തടയാൻ മുൻ വർഷങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റെയിൽവേയുടെ യാർഡിൽ നിന്നും പുറത്തേക്ക് വെള്ളം പോകുന്ന ഭാഗത്ത് പ്രകൃതിദത്തമായ തടസ്സങ്ങളുണ്ട്. ഇതിന്റെ സ്വഭാവം പ്രദേശത്ത് ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും റെയിൽവേ അറിയിച്ചു. എല്ലാ കനാലുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കേണ്ടത് ജലസേചന വകുപ്പിന്റെ ചുമതലയാണ് എന്ന് റെയിൽവേ വാദിക്കുന്നു. റെയിൽവേ പ്രദേശത്ത് മാലിന്യമെത്തുന്നത് തടയാൻ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. കനാലിനോട് ചേർന്ന് കൃത്യമായ വേലി കെട്ടുകയും CCTV സ്ഥാപിക്കുകയും വേണം. ഖരമാലിന്യം ശേഖരിക്കാൻ നഗരത്തിൽ തന്നെ സ്ഥലം ഒരുക്കണമെന്നും റെയിൽവേ പറഞ്ഞു.